ഓക്കെ, ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബേൺസ് അല്ലെങ്കിൽ പൊള്ളൽ. പൊള്ളാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പൊള്ളലൊക്കെ കേൾക്കുന്നവരാണ്, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ എല്ലാവർക്കും പൊള്ളൽ ഉണ്ടാവാം, ചെറുപ്പകാലത്തൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ പൊള്ളും, അത് വേദന എടുക്കുന്നതാണ്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബേൺസ് അല്ലെങ്കിൽ പൊള്ളൽ? ആർക്കെങ്കിലും പറയാവോ? പറഞ്ഞോളൂ. എന്താണ് പൊള്ളൽ? എന്തെങ്കിലും ചൂടുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മളെ സ്കിന്നിൽ അല്ലെങ്കിൽ ടിഷ്യൂവിൽ വരുന്ന ഡാമേജ്, അതാണ് പൊള്ളൽ. അപ്പൊ ചൂടുള്ള വസ്തുക്കൾ കൊണ്ട് മാത്രമാണോ പൊള്ളൽ വരുന്നത്? തണുപ്പ് കൊണ്ട് ദേഹത്ത് ഇഞ്ചുറി വരാറുണ്ടോ? വരും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അത് നമുക്ക് കൂടുതൽ തണുത്ത രാജ്യങ്ങളിലാണ് അത് കൂടുതലും വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അപ്പം മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തെങ്കിലും ചൂടുള്ള വസ്തുക്കൾ കാരണം നമുക്ക് നമ്മുടെ ദേഹത്തുണ്ടാവുന്ന ഇഞ്ചുറി, അതാണ് പൊള്ളൽ. അത് ഈ പൊള്ളൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂട് കൊള്ളുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നത്, അതാണ് അടുത്തറിഞ്ഞിരിക്കേണ്ടത്. ഒരു ചൂട് കൊണ്ടു, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? സെൽസ് ഉണ്ട്. ഈ സെൽസ് ഒക്കെ ഒത്തിരി സെൽസ് ഒക്കെ ചേർന്നാണ് സ്കിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? നമുക്ക് ഏറ്റവും കൂടുതൽ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? വാട്ടറാണ്. അപ്പൊ ഓരോ സെൽസിലും വാട്ടർ ഉണ്ട്. ഇതെന്ത് ചെയ്യും? വറ്റിപ്പോവും. വറ്റിപ്പോകുമ്പോൾ അത് നമുക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ലേ? അതേപോലെയാണ് നമ്മുടെ സെൽസിലെ വെള്ളമെല്ലാം വറ്റിപ്പോവും. അങ്ങനെ കരിഞ്ഞു പോവും. ആ സെൽസ് കൊണ്ട് പിന്നെ ഒരു പ്രയോജനവും ഇല്ല. ഇതാണ് ബേൺസിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ച്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ബേൺസ് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നില്ല, നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് എന്തുകൊണ്ട്? അതായത് ഒരു വർഷം ഇന്ത്യയിൽ 1 കോടിയിലധികം ബേൺസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ മാത്രം. അല്ല, നമ്മൾ ചെറിയ ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ അത് നമ്മൾ മാനേജ് ചെയ്യും. പക്ഷേ ഹോസ്പിറ്റൽസിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളാണ് 1 കോടിയിലധികമാണ്. പിന്നെ ഈ ക്ലാസിഫിക്കേഷൻ, അതായത് ഇതെങ്ങനെയാണ്, എത്ര തരത്തിലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഇഞ്ചുറി വരുന്ന ഇതിനും ഓരോ ഡിഗ്രി ആയിട്ട് നമ്മൾ കണക്കാക്കും. സ്കിന്നിന്റെ മേളിൽ വരുന്ന ഫസ്റ്റ് ഡിഗ്രി, അതിന്റെ തൊട്ട് താഴത്തെ ഇതും കൂടെ അഫക്റ്റ് ആകുമ്പോൾ സെക്കൻഡ് ഡിഗ്രി, അങ്ങനെ താഴോട്ട് പോകും തോറും 4th ഡിഗ്രി വരെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം സമയം ചൂട് നിൽക്കുന്നു, ഒരു ചൂട് ഉണ്ടാക്കുന്ന വസ്തു അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ടുള്ള കോണ്ടാക്ട് എത്ര നേരം നിൽക്കുന്നു, അതനുസരിച്ച് നമുക്ക് ഇഞ്ചുറി കൂടി വരും. ഓരോ ലെയർ ബൈ ലെയർ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്തൊക്കെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് നമുക്ക് പൊള്ളാൻ കാരണമായ സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ടൈപ്സ് ആയിരിക്കും? ഇലക്ട്രിക് ഷോക്ക് കാരണം ബേൺസ് വരും. വേറെ ചൂടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? ചൂടുവെള്ളം, ആവി അടിച്ച സ്റ്റീം, എണ്ണ, അതായത് ഹോട്ടായിട്ടുള്ള ലിക്വിഡ്സ്. പിന്നെ ഗ്യാസ് ഒക്കെ പൊട്ടിത്തെറിച്ച തീ ഉണ്ടായിട്ട് അതിൽ നിന്ന് വരുന്നത്. അതെ. ആ തീ, ഇത് കാരണം അതിന്റെ ആ പുകയൊക്കെ വലിച്ചു കയറ്റുന്നതും നമുക്ക് എന്ത് ചെയ്യും? ഇത് അകത്തോട്ടൊക്കെ പൊള്ളലുണ്ടാക്കും. സൂര്യതാപം, അതായത് സൺബേൺ. നമുക്ക് എപ്പോഴും മുന്നറിയിപ്പൊക്കെ വരാറുണ്ടല്ലേ, 11 മണിയുടെ ചൂട് സമയങ്ങളിൽ 11 മണി തൊട്ട് 2 മണി വരെ പുറത്തൊന്നും വർക്ക് ചെയ്യരുത്. ആ സമയം റെസ്റ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. കാരണം എന്താണ്? സൺബേൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഈ സൺബേൺ അടിച്ചിട്ട് നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും. നമുക്ക് പെട്ടെന്ന് ഓടി മാറാനൊക്കെ പറ്റിയില്ല എന്ന് വരും, അബോധാവസ്ഥയിലൊക്കെ പോകും. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ്. സൂര്യതാപമേറ്റ് മരണപ്പെട്ട കേസുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തെർമൽ ബേൺസിലാണ് ഈ ഹോട്ട് മെറ്റൽസ്, ലിക്വിഡ്സ്, പിന്നെ ഈ പറയുന്ന ആവി, ഫയറൊക്കെ കൊണ്ടുവരുന്ന ബേൺസ്. പിന്നെ ഇലക്ട്രിക്കലുണ്ട്. കെമിക്കൽസ് കാരണം, കെമിക്കൽസ് അത് വിട്ടുപോയൊരു കാര്യമാണ്. കെമിക്കൽസ് എന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡോ ആൽക്കലിയോ ഒക്കെ കൊണ്ടിട്ട് മിക്കവാറും ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും അത് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അതേപോലെ റേഡിയേഷൻ,
കാരണം വരുന്ന ഈ UV റേസ്, അതായത് സൂര്യനിൽ വരുന്ന ഇത് കാരണം വരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും ബേൺസ്? നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? എന്ത് കാര്യങ്ങൾ ചെയ്യാം, എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല? എന്തായിരിക്കും ആദ്യം ചെയ്യാനുള്ള കാര്യം? നമ്മളൊരു ബേൺസ് ഇങ്ങനെ കാണുകയാണ്, പെട്ടെന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നതോ ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു എന്താണ് പൊള്ളൽ പറ്റുവാണ്, എന്ത് ചെയ്യും നമ്മൾ ഫസ്റ്റ്? ആ, ചെറിയ പൊള്ളലിന് ഐസ് കട്ട വയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതെ അതെ അതെ, ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ആ ചൂട് ഏൽക്കുന്നതിന് കാരണമായ സാധനം അവിടെ നിന്ന് മാറ്റുക. ഇപ്പൊ സൂര്യന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ആളിനെ മാറ്റുക. ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. എന്താണോ ചൂടിന് കാരണമായ ഒന്നില്ലെങ്കിൽ സോഴ്സിനെ അല്ലെങ്കിൽ ആ ആളിനെ അവിടെ നിന്ന് മാറ്റുക, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആക്കുക. അതാണ് മെയിൻ. ഇപ്പൊ തീയൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ആ തീ പിടിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വലിയൊരു ബിൽഡിങ്ങിൽ തീ പിടിക്കുവാണ്, നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പുകയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുക? നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെ നായകൻ വരുന്നു, ഡോറൊക്കെ ചവിട്ടി തുറക്കുന്നു, കൂളായിട്ട് തീ വരാത്ത സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുന്നു. അതൊക്കെ പോസിബിൾ അല്ല. കാരണം അതിന് ഒരുപാട് പുക ഉണ്ടാവുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ അപ്പോഴും തന്നെ വീഴും. അപ്പൊ ചെയ്യാനുള്ളത്, അങ്ങനെ പുക വരുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണം താഴെ. എപ്പോഴും പുക മേളിലോട്ടേ വരുള്ളൂ. പെട്ടെന്ന് താഴെ കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് കിട്ടണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? എഴഞ്ഞു വേണം പോവാൻ. ഇവിടെ ഫയർ എക്സിറ്റ് കാണും, അതുവഴി താഴോട്ട് പോവുക. ഒരു അസംബ്ലി പോയിന്റ് കാണും ഇതിന് പുറത്ത്, അവിടെ പോവുക. ഇതെല്ലാവരും അറിയാന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ആ എൻവയോൺമെന്റിൽ നമ്മൾ മാറ്റി അടുത്തെന്ത് ചെയ്യും? റണ്ണിങ് വാട്ടർ, നേരത്തെ മേഡം പറഞ്ഞതുപോലെ റണ്ണിങ് വാട്ടറിൽ വേണം കാണിക്കാനായിട്ട്. എന്ന് വെച്ചാൽ അതിനെ തേച്ചൊരച്ച് കഴുകണമെന്നല്ല, ജസ്റ്റ് കാണിക്കുക. അല്ലെങ്കിൽ കൂളായിട്ടുള്ള വാട്ടർ എടുത്തിട്ട് അതിൽ മുക്കി വെക്കുക. ഇപ്പൊ ഏത് പാർട്ടാണോ ഇത് പൊള്ളുന്നത് ആ പാർട്ട്, അത് എത്ര നേരം വെക്കണം? നമ്മൾ സാധാരണ ചിലപ്പം ഇങ്ങനെ കാണിച്ചിട്ട് എടുക്കും, അത്രയൊന്നും പോരാ. 15 മുതൽ 20 മിനിറ്റ് വരെ വച്ചേക്കണം. ഒന്നില്ലെങ്കിൽ ആ റണ്ണിങ് വാട്ടറിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത്രേ ചെയ്യാവൂ. അതിനുശേഷം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഡ്രസ്സോ ആഭരണങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റണം. പറ്റുന്നത് മാത്രം. ഈ കത്തിപ്പോയിട്ട് ഈ സ്കിന്നിൽ ഡ്രസ്സൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും, അതൊന്നും നമ്മൾ വലിച്ച് ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇഞ്ചുറിയുടെ ആഘാതം കൂട്ടും. അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം അത് മാറ്റി കൊടുക്കുക. ചിലപ്പം ഈ മോതിരത്തിലൊക്കെ ചൂടടിച്ചിരിക്കുകയായിരിക്കും, അത് മാറ്റിക്കൊടുത്താൽ കൂടുതൽ ഇഞ്ചുറി വരത്തില്ല. മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അടുത്ത് എക്സ്പേർട്ട് വരുമ്പോഴത്തേക്ക് മാറ്റിക്കോളും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഓയിൻമെന്റ് എന്താണെന്ന് വെച്ചാൽ സിൽവർ എക്സ് ഓയിൻമെന്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് മിക്കവാറും ഫസ്റ്റ് എയ്ഡ് ബോക്സിലൊക്കെ കാണും, എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതാണ്. അത് ഉപയോഗിക്കാം. അതിനുശേഷം എന്താണ്, നമ്മൾ കൂടുതലായിട്ട് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പോരുത്. അഥവാ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് നനച്ച ഗോസോ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ച് മാത്രം കവർ ചെയ്യുക. മിക്കവാറും ചെറിയ ചെറിയ ബേൺസിലൊന്നും കവർ ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ചുകൂടെ ഒരു 3rd ഡിഗ്രിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. അത് ഒരു നനഞ്ഞ തുണി വെച്ച് മാത്രം അല്ലെങ്കിൽ ഗോസ് വെച്ച് മാത്രം കവർ ചെയ്യുക. ഇനി എന്തൊക്കെ ചെയ്യാൻ പാടില്ല? നമ്മൾ എല്ലാവരും മിക്കവാറും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. എന്താണ്? ഐസ്, പിന്നെ വേറെ പേസ്റ്റ്. എല്ലായിടത്തും കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് പേസ്റ്റ്. അടുത്ത് വേറെ നെയ്യ്, തേൻ, ബട്ടർ, ഇതൊക്കെ എടുത്ത് അങ്ങ് പുരട്ടും. ഇങ്ങനെ പുരട്ടിയ വല്ല ഉപയോഗമുണ്ടോ? ട്രൈ ചെയ്യാം. വെപ്രാളപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മിണ്ടാതിരുന്നാലും വരാത്ത പ്രശ്നം ഇത് വച്ചതുകൊണ്ട് വരും. സാധാരണ ചെറിയ ചെറിയ ബേൺസ്, ഒരു 1st ഡിഗ്രി 2nd ഡിഗ്രി ബേണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധാരണ ഒരു 4-5 ദിവസം കൊണ്ട് അത് ഹീലാവും. നമ്മളൊക്കെ വിചാരം എന്താണ്? ഈ പേസ്റ്റ് ഇട്ടത് കൊണ്ട് 4-5 ദിവസം കൊണ്ട് ഹീലായി. അത് നമ്മുടെ ബോഡി തന്നെ അങ്ങ് ചെയ്തോളും. അതിന് കൂടുതലൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട. പക്ഷേ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും അതിൽ. കാരണം പേസ്റ്റിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെന്തോള് അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്.
പിന്നെ അതുപോലെ ഈ മണലൊക്കെ പൊടിച്ച സിലിക്കയൊക്കെ ഉണ്ട് അതിൽ, അലുമിനിയം ഓക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലിസ്റ്ററൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കളയാനും പാടില്ല. ബ്ലിസ്റ്ററൊക്കെ പൊട്ടിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും നല്ല ബാരിയർ നമ്മളെ സ്കിന്നാണ്. ആ സ്കിന്നാണല്ലോ നമ്മൾ ബ്ലിസ്റ്ററായിട്ട് പൊങ്ങിയിരിക്കുന്നത്. അതിന്റെ അടിയിലോട്ട് ഒരിക്കലും ഇൻഫെക്ഷൻ പോവാത്ത രീതിയിൽ അതിങ്ങനെ നിൽക്കും. അതിനെ പൊട്ടിച്ച് കളഞ്ഞാൽ അതിനകത്തൂടെ, എന്നിട്ട് പൊട്ടിച്ചിട്ടായിരിക്കും അതിന്റെ പുറത്ത് പേസ്റ്റ് കൂടെ വയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ ഇൻഫെക്ഷൻ അകത്തോട്ട് കയറും. പിന്നെ അത് വലിയ ജോലിയാവും. ഒരാഴ്ച കൊണ്ട് ഹീലാവേണ്ടത് 2-3 ആഴ്ച എടുക്കും. പിന്നെ ഈ ചില ഈ സൺബേൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ഹീലാവാതെ വീണ്ടും സൂര്യപ്രകാശത്തിലൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. ഇത്രയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ എപ്പോഴൊക്കെയാണ്, ഒരു ബേൺ വന്നു എപ്പോഴൊക്കെ ആയിരിക്കും, ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഒക്കെ മിക്കവാറും അങ്ങ് ഹീലായി പോവും. 3rd ഡിഗ്രി 4th ഡിഗ്രി അങ്ങനെ പെട്ടെന്നൊന്നും ഹീലാവൂല. അത് എന്തായാലും ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. കാരണം ഈ ബേൺ വന്നിട്ട് നമ്മളെ സ്കിന്നൊക്കെ കട്ടിയായി പോവും, എസ്കാർ എന്ന് പറയും. അതൊന്നും നമ്മൾ വിചാരിക്കും അതൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണെന്ന് വിചാരിക്കും, പക്ഷെ വേദനയും മാറത്തില്ല, ഇത് പഴുപ്പൊക്കെ വന്നു തുടങ്ങും. അതിന്റെ അടിയിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അതൊക്കെ വെട്ടി മാറ്റേണ്ടി വരും. പേടിക്കണ്ട, പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ സെക്കൻഡ് ഡിഗ്രി ബേൺ ആണ്. അത് സിൽവറെക്സ് ഓയിൻമെന്റ് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കാണിച്ച്, ഇനിയിപ്പോ സമയം കഴിഞ്ഞു, ഇനി ഓയിൻമെന്റ് ഇട്ടാൽ മതിയാവും. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്താണ്, നീര് വയ്ക്കുക, ചോപ്പ് കൂടി വരിക, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ ശരിയാവുള്ളൂ. പിന്നെ ഈ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രസ്സ് മാറ്റാൻ പറ്റുന്നില്ല, ഇത് ജുവലറി അല്ലെങ്കിൽ ആഭരണങ്ങളൊന്നും മാറ്റാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ബേൺസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പാടില്ല. അതുപോലെ ഐസ്, ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ എപ്പോഴും ബേൺസ് എന്ത് ചെയ്യണം, ആ ചൂട് നിൽക്കുന്ന ഭാഗം തണുപ്പിക്കണം. അതാണ് നമ്മളെ മെയിൻ കാര്യം. ഈ കട്ടിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് പുറത്തോട്ടാണ് പോകാനുള്ളത്. നമ്മളെപ്പോഴും റണ്ണിങ് വാട്ടറിൽ കഴിയുമ്പോൾ അതങ്ങ് പുറത്ത് പോകും, അതിനുള്ള സ്പേസ് ഉണ്ട്. ഈ കട്ടിയുള്ള ഈ ബട്ടർ, ഇതുപോലെ ഐസ് ക്യൂബ്, ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഇവിടെ കിടന്ന് കറങ്ങും. ഈ ചൂട് പുറത്തോട്ട് പോകാൻ വഴിയില്ല, വീണ്ടും ഇഞ്ചുറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പാടില്ല. ഈ വെള്ളത്തിൽ തന്നെ കാണിച്ചാൽ മതി. ഇതിന് പുറത്തോട്ട് ആ ചൂട് എത്രയും പെട്ടെന്ന് കൂളാക്കണം. ഇത് എവിടെയാണോ എന്താണ് ബേൺ ആയത്, ആ ഭാഗം എത്രയും പെട്ടെന്ന് കൂളാക്കിയാൽ നമുക്ക് കൂടുതൽ ഇഞ്ചുറി ഇല്ലാതെ തടയാം. ഈ ഫസ്റ്റ് ഡിഗ്രി എന്നുള്ള സെക്കൻഡ് ഡിഗ്രി ആവാതെ നോക്കാം, സെക്കൻഡ് ഡിഗ്രി എന്നുള്ള 3rd ഡിഗ്രി ആവാതെ നോക്കാം. ഇതാണ് ഇതിന്റെ ഉപയോഗം.